ശ്രീപത്മനാഭ, ഗുരുകാരണവന്മാരെ രക്ഷിക്കണേ. ഗുരുവായൂരപ്പ, ആഞ്ജനേയ, കളരി പരമ്പര ദൈവങ്ങളെ. ഞാൻ അറിഞ്ഞില്ല. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരം 1942. വാലിയൻ ജാലാബാഗ് 1919. വാലിയൻ ജാലാബാഗ് 1919. വാലിയൻ ജാലാബാഗ് അല്ല കുഞ്ഞെ, ജാലിയൻ വാലാബാഗ്. എന്തെങ്കിലും ആവട്ടെ. ജാലിയൻ വാലാബാഗ് 1919. ഒരു പേരൂടെ ഉണ്ടല്ലോ. ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ്. ഇനി ഒരാളൂടെ ഉണ്ട്. ദാദാബായി നവറോജി. ദാദാബായി നവറോജി. എടാ ബാവേ, ഓരോ പേരുകള്. തമ്പുരാനെ, ഇവിടുന്ന് ജയിച്ച് അവിടെ ചെല്ലുമ്പോ ഞങ്ങളുടെ ആ പെൻഷൻ കൃത്യസമയത്ത് കിട്ടാനുള്ള ഒരു നീക്കുപോക്കുണ്ടാക്കണം. ഇപ്പോ അതൊക്കെ ഒരു വകയാ. അതൊക്കെ ഞാൻ ഏറ്റാശാനെ. കുഞ്ഞേ, എന്തിനാടാ നീ ഇതൊക്കെ കാണാപ്പാടം പിടിച്ച് വിഷമിക്കുന്നത്? ഗാന്ധി സിനിമയുടെ കാസറ്റ്, ഇന്ത്യ ചരിത്രം കംപ്ലീറ്റ്, റിച്ചാർഡ് ബാർബറ. റിച്ചാർഡ് അറ്റൻഡർ പറഞ്ഞോലെ ഇത് മതിയല്ല. അപ്പൊ ആശാനെ, ആശാൻ പോയിട്ട് നാളെ വാ. ഇത് കളറാണ്. പിന്നെ കളറ്. ഭാരതാംബെ, ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും യാചിക്കുന്നതോ അപേക്ഷിക്കുന്നതോ നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനത് ചെയ്തു. മുഖ്യമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും ആ രാജശേഖരന്റെയും മുമ്പിൽ എന്റെ തൊലി ഉരിഞ്ഞുപോയി. ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള എസ്റ്റേറ്റ് അവരുടെ പേർക്ക് എഴുതി കൊടുത്തിട്ടും എനിക്ക് അവരോട് രാജിക്കേണ്ടി വന്നു. നിന്നെ ഒരു മന്ത്രിയാക്കാൻ. കൈ നീട്ടിയവർക്കെല്ലാം ഭിക്ഷ കൊടുത്ത് പാരമ്പര്യമുള്ള ഒരു താവഴി വന്ന് പിറന്നവരാണ് നീയും ഞാനുമല്ല. നമുക്കിന്ന് പണവും പ്രതാപവും തമ്പുരാനുള്ള സ്ഥാനപ്പേരും മാത്രമേ ഉള്ളൂ. അധികാരമില്ല. പണമല്ല, അധികാരമാണ് ദൈവം. എനിക്കും എൻ്റെ അച്ഛനും നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചെടുക്കണം. അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ്. നീയും അതിന് തയ്യാറാവണം. നീ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി കൂലി കൂടുതൽ ചോദിക്കാൻ വരെ തൊഴിലാളികൾ ധൈര്യമായി. അതെല്ലാം അവസാനിക്കണം. നമ്മുടെ പഴയ രാജ്യത്വത്തെക്കാൾ വലുതാകണ്ട ഇന്നത്തെ മന്ത്രിസ്ഥാനം. രാജാവിന് ആശ്രിത വാത്സല്യം വേണമായിരുന്നു. മന്ത്രിക്കത് വേണ്ട, തന്ത്രം മതി. നമ്മുടെ കിരീടവും ചെങ്കോലും എന്തിന്, പ്രിവി പേഴ്സ് പോലും തട്ടിപ്പറിച്ച രാഷ്ട്രീയക്കാരോടും നമ്മ ബഹുമാനിക്കാത്ത പൊതുജനത്തിനോടും നീ പകരം ചോദിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. ഞാൻ പറഞ്ഞതെല്ലാം മഹേന്ദ്രന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. അച്ഛാ, നാളെ പ്രചരണം തുടങ്ങുകയാണ്. നമ്മുടെ എസ്റ്റേറ്റിലെ സമരം അവസാനിപ്പിക്കണം. കാരണം അവരും ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ്. മിനിമം കൂലി 11 രൂപയല്ലേ അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് 12 രൂപ വെച്ച് കൊടുക്കാം. മിനിമം കൂലി 12 രൂപയോ? എന്തിന്? വിട്ടിത്തം പറയായിരിക്കും. വിട്ടിത്തമല്ല അച്ഛാ, വലിയ തമ്പുരാൻ 10 പൈസ കൂടുതൽ തരില്ല എന്ന് പറയുന്നു. അച്ഛൻ എതിർത്തിട്ടും 2 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞ് ചെറിയ തമ്പുരാൻ സമരം അവസാനിപ്പിക്കുന്നു. തൊഴിലാളികളുടെ ഇടയിൽ എന്റെ സ്ഥാനം എന്തായിരിക്കും? തന്നെയുമല്ല, എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ബന്ധമുള്ള തൊട്ടടുത്ത തോട്ടത്തിൽ 11 രൂപയെ മിനിമം കൂലിയുള്ളൂ. നമ്മൾ 12 ആക്കിയാൽ അടുത്ത തോട്ടത്തിൽ തീർച്ചയായും സമരം വരും. ഇലക്ഷന്റെ ബഹളത്തിനിടയിൽ സമരം ഒതുക്കാൻ അയാൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതും ബാലറ്റ് പേപ്പറിൽ എനിക്ക് ഗുണം ചെയ്യും. നീ എന്നേക്കാൾ മിടുക്കനാണ്. ജയൻ വന്നില്ല അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ വരില്ല എന്ന് പറഞ്ഞു? എടാ, ഞാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. എടാ, അവൻ നമ്മുടെ എതിർകക്ഷിയാ. ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലുതാണല്ലേ അവന് പൊളിറ്റിക്സ്. മതിയടാ മതി. നീ എന്താ അല്ലിമലർക്കാവ് പെണ്ണ് കാണാൻ പോവാ? അവിടെ അണികൾ കാത്തിരിക്കുന്നു.
വാ. മുത്തശ്ശി, ഞാനൊരു യുദ്ധത്തിന് പോവുകയാണ്. എന്നെ അനുഗ്രഹിക്കണം. ശ്രീ പത്മനാഭ ഭഗവാനെ, എന്റെ മോൻ എവിടെ പോയാലും ജയിക്കും. മുത്തശ്ശനോട് പറഞ്ഞിട്ട് പോ. ശ്രീ പത്മനാഭനെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്റെ കൂപ്പുകൈ. ഞാനൊരു അലവലാതിയും തെമ്മാടിയും ദുഷ്ടനും ഒക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ. എന്നാൽ ഞാനിതൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയ വിക്രമാദിത്യ രാജാവും വേഷം മാറി, ഭാഷ മാറി, ജനങ്ങൾ ഒരുവനായി നടന്നു. അനവധി വിവാഹങ്ങൾ നടത്തി, മോഷണവും പിടിച്ചുപറിയും വരെ നടത്തി. എന്നിട്ടും നാം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനും. നിങ്ങളുടെ സ്ത്രീകൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക്, ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് എന്നെ ഭയമാണ്. ഞാനൊരു ദുഷ്ടനും കോമാളിയുമായിട്ട് അഭിനയിക്കുകയായിരുന്നു. അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു. അവയ്ക്കെല്ലാം പരിഹാരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ ആരും ഇനി എന്നെ തമ്പുരാൻ എന്ന് വിളിക്കരുത്. ഞാൻ മഹിയാണ്, നിങ്ങളുടെ എല്ലാം മഹി. ജാലിയൻ വാലാബാഗും ക്വിറ്റ് ഇന്ത്യ സമരവും ഉപ്പ് സത്യാഗ്രഹവും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് ദാദാബായ് നവറോജിയും ലാലാ ലജ്പത് റോയിയും എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 1965 എന്താണ് നടന്നത്? 1982 എന്താണ് നടന്നത്? 1965 82 നടന്നത് തന്നെയല്ലേ ഈ 1987 നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ്. മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! നമ്മുടെ ചിഹ്നം എന്താണ്? നമ്മുടെ ചിഹ്നം എന്താണ്? മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! ആ കാണുന്ന ചുവന്ന കെട്ടിടം കണ്ടു, അവിടെ നമുക്ക് ആരംഭിക്കാം. കുടിയേറ്റ കർഷകനാ, പാലാക്കാരൻ തോമ. പേര് മറക്കരുത്. പാലാക്കാരൻ തോമ. ആ, പാലാക്കാരൻ തോമ. ശരി. ചിരിക്കുന്നു, നീ ഒന്ന് ചിരിച്ചു കാണിക്കൂ. പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല, പോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. കാണാം. ലക്ഷ്മി, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഗവൺമെന്റ് ജീവനക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? ജോലി പോകും. പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞ. ചേടത്തി. അയ്യോ, കൊച്ചമ്പ്രാനോ? തോമാചായനെന്തി? ഇതെന്നെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. നല്ല അസലും മീൻകറി, വായിന്ന് വെള്ളം വരുന്നു. അപ്പണ്ട ഏടത്തി? ഞങ്ങള് തന്നാ അവിടുന്ന് കഴിക്കോ? അതെന്നാ ചോദ്യം ഏടത്തി? നമ്മൾ തമ്മി എന്നാ വ്യത്യാസം?
പുറത്ത് കഴിക്കുന്നവന്മാർ അറിയണ്ട, അറിഞ്ഞ ഇത് മുഴുവൻ തീർത്തും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഏട്ടത്തി ചുളു വിളിച്ചിരിങ്ങതാ, ഞാൻ അടിച്ചോളാം. ചെല്ലേ. അല്ല ചേട്ടത്തി, നമ്മുടെ ത്രേസ്യ കുട്ടി ഇപ്പൊ എവിടാ? അവിടെ ജബൽപൂർ നഴ്സിംഗിന് പഠിച്ചോണ്ടിരിക്കുക. ആ അപ്പോഴേ ചേട്ടനും ചേട്ടത്തിയും കൂടെ ഈ കാടും വെട്ടുവെട്ടി അങ്ങ് പോയാ മതിയോ? പട്ടയം ഒന്നും വേണ്ടായോ? തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. അത് പറയാനുണ്ട് ആ, തമ്പുരാനെ. അതാ. ടുകുടുകുടു. മോ വന്നേ. അയ്യോ തമ്പുരാൻ. ആ. എന്താ ഇവന്റെ പേര്? ആ ടിറ്റമോൻ. അങ്കിളൊരു ഉമ്മാന്നേ. മാ. എന്റെ അമ്മാവാ, അവിടെ തേച്ചത് കൊണ്ട് കാര്യമില്ല. ആ ചെറുക്കൻ ദേ ഇവിടെ ഉമ്മ വെച്ചത്. ഈ കൈ കൊണ്ട് അവനെ എടുത്തു. 18 കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത്. കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം. തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും. ഇത് സത്യം. സത്യം. സത്യ പട്ട പോരെങ്കിലോ? ഓ എന്തോ പട്ട പോരെങ്കിലോന്ന്. പട്ട പോരെന്നു. പട്ട പോരെങ്കിൽ 10 സ്ഥലം കൂടെ എഴുതി തരാം. പോട്ടെ, സാരമില്ല. വാ. ഒന്നും പറ്റിയില്ലല്ലോ. ആരെ വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത്. പറഞ്ഞു കേട്ടല്ലോ, അവനെ തൊട്ടാൽ എന്റെ സ്വഭാവം മാറും. ഉണ്ണി, പോരിൽ മാറ്റാന്റെ ശിരസറക്കുന്നതാണ് യുദ്ധധർമ്മം. നീ ഉണ്ണിയാർച്ച കണ്ടിട്ടില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. ജയനെ തുടരുത്. വേണ്ട, ജയനെ തൊടണ്ട. നമുക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാം. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത്. കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞ ബുദ്ധനെ പോലെ, അശോകനെ പോലെ ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് അധികാരത്തിന്റെ മുൾക്കിരീടമണിയാൻ ധൈര്യസമേതം മുന്നോട്ട് വന്നിരിക്കുന്നത്. കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവരാജാവിന്റെ മനസ്സ് ഒന്നു മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ. എനിക്ക് സേവിക്കണം, എനിക്ക് ജനങ്ങളെ സേവിക്കണം. ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണിയിക്കും. സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ വിജയത്തിന്റെ സിന്ദൂര തിലകമണിയിക്കും. യുവരക്തത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയവും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ ഇളയരാജയ്ക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണ് വീണ് കേണ് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി 12 രൂപ തന്നതാരാ ഓർമ്മയുണ്ടോ? ഉണ്ട് ചെറിയമ്പ്രാൻ. ആ, നമ്മുടെ ചിഹ്നം എന്താ? ചിഹ്നവും കുപ്പിയിലോട്ട് നോക്കണോ. ഉദയസൂര്യൻ, മനസ്സിലായോ? എന്താ? ഉദയസൂര്യൻ. ആ, ക്ലാപ്പൻ. ഇതെന്തോന്നിനാ? പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന്. ഡോ, ഇതും അടിച്ചേച്ച് വേറെ വല്ലയിടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറുമി എടുക്കും. വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത്. വേറെ ഒരു കണ. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയരാജയ്ക്ക് ഉദയസൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അമ്മാവാ, ഇതത് വെച്ചോളൂ. ഇതും കൂടെ ഒരു 200 അടി അമ്മാവാ. ഉദയസൂര്യൻ മറക്കല്ല അമ്മാവാ. ഉമ്മ വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പിക്കോട്ടില്ല. വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പിക്കോട്ടില്ല. വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പിക്കോട്ടില്ല. ഹലോ.
വെട്ടി വെട്ടി ചിങ്കാരപ്പെട്ടി വെട്ടി തുറന്നപ്പോ വേലായ പൊട്ടി വെട്ടി വെട്ടി ചിങ്കാരപ്പെട്ടി അയ്യോ പോയേ അയ്യോ പോയേ മഹി മഹി എന്താണ് നേരം എടുക്കുന്നത് തിരുവനന്തപുരത്ത് എത്തണം, അല്ലെങ്കിൽ ആ പോയി അവിടെ കുട്ടികളൊക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. നേരെ വേഗം ചെന്നില്ലേ വേറെ വല്ലവരെ ആക്കും. ഇനി നീ ഇല്ലെങ്കിലും അവർക്കൊരു ചുക്കുമില്ല. ആ മുഖ്യൻ വാക്ക് പറയാൻ മതി. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ മാനക്കേട് ഉണ്ടാക്കല്ലേ. എവിടെ എവിടെ അയ്യോ, ഞാനുണ്ട് എന്റെ അമ്മയ്ക്ക് ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വാർത്തകൾ. നെടുമങ്ങാട് ഭരണമുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ ശങ്കരൻ നായർ തന്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ പ്രതിപക്ഷ മുന്നണിയിലെ ശ്രീ ഉമ്മർ കോയയേക്കാൾ 17,612 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അയാളും ജയിക്കും. ഗുരുവായൂരപ്പ, ഇതിനെയൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി ഒതുക്കും? 40 മുൻമന്ത്രിമാരും ജയിച്ചു. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇതാ വരുന്നൊരാള്. നമസ്കാരം. കൺഗ്രാചുലേഷൻസ്. താങ്ക്സ്. കഷ്ടിച്ചാങ്ങി കയറി പോകുന്നത് 110 വോട്ടിന്റെ ഭൂരിപക്ഷം. അറിഞ്ഞു. ആദ്യം എടുത്തുപോയി. പിന്നെ എന്റെ പഴയ ഗ്രാമവികസനം തന്നെ ഇങ്ങ് തന്നേക്കണം. ഞാനിപ്പോ എന്ത് ചെയ്യും? ഇത്രയും പേര് ജയിക്കുമെന്ന് ആരോർത്തു? എന്ത് സംഭവിച്ചാലും എനിക്കാ കടക്കപ്രതിയില്ലാത്തത്. തോറ്റാ ഹൈക്കമാൻഡിന്റെ തെറി. ഇനി ജയിച്ചാലോ എല്ലാവർക്കും മന്ത്രിമാരാവണം. താൻ കുറെ വികസിപ്പിച്ചതല്ലേ ഗ്രാമം. ഇനി മതി, നിർത്ത്. ഒരുമാതിരി തന്തയ്ക്ക് പറക്കാത്ത വർത്തമാനം പറയരുത്. എടോ കള്ളുമുല്ലാളി, തനിക്കെന്താണോ ഇവിടെ കാര്യം? ഇയാൾ ഒരുത്തനാണ് നേതാവിനെ ചീത്തയാക്കുന്നത്. ഇയാൾ ഇറങ്ങി പോകാൻ പറ. നീ എവിടെയാണ് പറയാൻ? നിനക്കറിയണോ? എന്താ ഗോപാലപിള്ളേ, നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഗോപാലപിള്ളേ ഒന്ന് അടങ്ങ്, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാനാ പറയുന്നത്. ധീരതയോടെ നയിച്ചോളൂ. വീരാശൂര നേതാവേ ധീരതയോടെ നയിച്ചോളൂ. അയ്യോ, അവരാച്ചായിരുന്നു ഇയാളൊക്കെ എങ്ങനെ ജയിച്ചു വന്നു? എന്റെ ദൈവമേ. യുവരക്തത്തിൻ നേതാവേ ലക്ഷം ലക്ഷം പിന്നാലെ. എത്തിപ്പോയി യുവരക്തത്തിൻ നേതാവ്. യുവരക്തത്തിൻ നേതാവേ ലക്ഷം ലക്ഷം പിന്നാലെ. ഇത് എവിടെയാ? മുഖ്യമന്ത്രിയുടെ വീടാ. എന്നെ എന്തോത്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഇവിടെന്ന് ജയിച്ചു, മന്ത്രിയാകണ്ടേ? മന്ത്രിയാകണ്ടേന്ന്. എനിക്കൊന്ന് മുള്ളണം. ബെഡ് പാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ബാബു പിടിച്ചിറങ്ങ. മഹി, വണ്ടിയുടെ സ്പീഡ് കൊണ്ട് നേരം വെളുത്ത് ഇറങ്ങില്ല. വേഗം പോവാ, അല്ലേ വേറെ വല്ലവരെ ആക്കും. ഓട്ടത്തിന്റെ രജിസ്ട്രേഷൻ എപ്പോ നടത്തണം? I, Mahendravarma Ilayaraja, do swear in the name of God do swear in the name of God that I will solemnly execute that I will solemnly execute the functions of the minister the functions of the minister and will serve, protect and defend the Constitution and law and will serve, protect and defend the Constitution and law to the best of my ability, to the best of my ability, and that I will devote myself to the service and that I will devote myself to the service and well-being of the people of ഇനി 5 വർഷത്തേക്ക് ജനങ്ങളെ പേടിക്കണ്ട. പക്ഷേ 140 MLA-മാരെ പേടിക്കണം. ആ മുഖ്യമന്ത്രിയെയും പേടിക്കണം. 1 വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നോട് ഇറങ്ങി പോകാൻ പറയും.
നീ ഒരു പുതുമുഖമായിട്ടും നിനക്ക് ആഭ്യന്തരം അത് തന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിന്നെ ഒരു ഡമ്മി മന്ത്രി ആക്കിയിട്ട് ഈ വകുപ്പൂടെയൊക്കെ ഭരിക്കാനാണ്. ആദ്യമൊക്കെ കുറെ വഴി കൊടുത്തോളൂ, പക്ഷേ 2 മാസത്തിനകം കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം. അതത്ര എളുപ്പമല്ല. 3 കോടി മലയാളികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മിട്ടുക്കന്മാരാണ് നിന്റെ കൂടെയുള്ള 140 MLA-മാർ. അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം, കുറച്ചെറപ്പണവും വേണം. ആ പണം നീ ഉണ്ടാക്കണം. എങ്ങനെ, എവിടെ നിന്നുണ്ടാക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ. അറിയാം. നീ നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത്. ആരോപലും ബാബുവും അതിന് പറ്റും. ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് MLA വന്ന് എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുത്തേക്കണം. നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർക്ക് പണവും കൊടുക്കണം. ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത്. ചുരുങ്ങിയത് 20 MLA-മാരെങ്കിലും കയ്യിൽ വരുന്നത് വരെ. 20 MLA-മാർ നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടയ്ക്കിടെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഈ വള്ളം മുക്കാനും പൊക്കാനും കഴിവുള്ളവനാണ് നീ എന്നറിഞ്ഞാലേ അവർ നിന്നെ ബഹുമാനിക്കും. പിന്നെ അവരുടെ വകുപ്പിലും നിന്നെ കൈയിട്ട് വരാം. തൽക്കാലം മുഖ്യമന്ത്രി ഒന്നും അറിയരുത്. ഒന്നും അറിയാത്ത ഒരു പൊട്ടനെ പോലെ നീ ഭാവിച്ചേക്കണം. ശരി. IG, ഹോം സെക്രട്ടറി, PA ഇവരെല്ലാം നിന്നെ വിശ്വസ്തരായിരിക്കണം. ഞാനിന്ന് ഫിനാൻസ് സെക്രട്ടറി മിസ്റ്റർ നമ്പ്യാരെ കണ്ടു. അയാളുടെ മകൾക്ക് നിന്റെ PA ആയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. ആലോചിച്ച് വേണ്ടത് ചെയ്യൂ.